വിജിലൻസ് മേധാവിയായിരുന്ന DGP യോഗേഷ് ഗുപ്തയെ മാറ്റിയതിൽ വിവാദം പുകയുകയാണ്. അടുത്ത പോലീസ് മേധാവി നിയമനത്തിലുള്ള 3 അംഗ പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള വ്യക്തിയായിരുന്നു യോഗേഷ് ഗുപ്ത. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യയുടെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം യോഗേഷ് ഗുപ്ത നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യോഗേഷ് ഗുപ്ത വിജിലൻസിൽ നിന്നും ഫയർഫോഴ്സിലേക്ക് തെറിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന സമയത്ത് പരിശീലനം നേടിയ ഒരു IPS ഉദ്യോഗസ്ഥനെ സുരക്ഷയ്ക്ക് വിട്ടു നൽകിയില്ലെന്നും സ്ഥാനമാറ്റത്തിന് കാരണമായ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. അതിനിടെ പുതിയ പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിൽ സ്വാധീനം ചെലുത്താൻ മലബാറിലെ ചില ബിൽഡർമാർ രംഗത്തുണ്ട് എന്ന വാർത്തകളും വരുന്നു. മുതിർന്ന CPM നേതാവും ഈ വിഷയത്തിൽ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് സൂചന. ഈ ഗ്രൂപ്പിന് യോഗേഷ് ഗുപ്തയെ പോലീസ് മേധാവിയാക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് സൂചന. ഇതൊക്കെ നിലനിൽക്കെയാണ് സർക്കാരിന്റെ കണ്ണിലെ കരടായി യോഗേഷ് ഗുപ്ത മാറുന്നത്. ദിവ്യയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തെങ്കിലും ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ കേസും എടുക്കില്ല എന്നാണ് സൂചന. സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അടക്കം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്നും അന്വേഷണം വേണമെന്നുമുള്ള യോഗേഷ് ഗുപ്തയുടെ കത്തിലും സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടുമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പരിശീലനം സിദ്ധിച്ച ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിൽ നിന്നും സുരക്ഷയ്ക്കായി ഉൾപ്പെടുത്തിയെങ്കിലും മറ്റൊരു ഉദ്യോഗസ്ഥനെയാണ് ഡയറക്ടർ അയച്ചത്. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു. യോഗേഷ് ഗുപ്തയ്ക്ക് തിങ്കളാഴ്ച വിജിലൻസ് ആസ്ഥാനത്ത് യാത്രയയപ്പ് നൽകും. അതിനുശേഷം അദ്ദേഹം ഫയർഫോഴ്സ് തലപ്പത്ത് ഡയറക്ടറായി ചുമതലയേക്കും. മുമ്പും വിജിലൻസിന്റെ ചുമതല DGP മനോജ് എബ്രഹാം വഹിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാ വിഭാഗം ഡയറക്ടറായിരുന്ന K പത്മകുമാർ വിരമിച്ച ഒഴിവിൽ DGPയെ സ്ഥാനക്കയറ്റം ലഭിച്ച മനോജ് ഈ മാസം 1-നാണ് ഫയർഫോഴ്സ് ഡയറക്ടറായി ചുമതലയേറ്റത്. 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഡയറക്ടറായി എത്തുന്നത്. ഭരണകക്ഷിക്കാർ അടക്കമുള്ള അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ തൊപ്പി തെറിക്കുന്നത്. ഏതായാലും യോഗേഷ് ഗുപ്ത കേരളം വിട്ടേക്കും എന്നാണ് സൂചന. CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യയുടെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിശദ അന്വേഷണത്തിന് നിർദ്ദേശിച്ചതിന് പിന്നാലെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും യോഗേഷ് ഗുപ്ത തെറിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇനി ഫയർഫോഴ്സിലെത്തിയാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന തോന്നൽ ഉണ്ട്. DGP പദവിയിലുള്ള യോഗേഷ് ഗുപ്തയെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവിയായാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ജൂൺ അവസാനം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി കഴിയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ തന്നെയാണ് യോഗേഷ് ഗുപ്തയുടെ തീരുമാനം എന്നാണ് സൂചന. രബദ ചന്ദ്രശേഖർ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടറാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക പട്ടികയിലുള്ള 6 പേരിൽ റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ ആണ് സീനിയർ ആയുള്ളത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരും പട്ടികയിലുണ്ട്. പ്രാഥമിക പട്ടികയിൽ നിന്ന് 3 പേരെ ഉൾപ്പെടുത്തിയുള്ള ചുരുക്കപ്പട്ടിക UPSC സംസ്ഥാന സർക്കാരിന് കൈമാറും. ഇവരിൽ ഒരാളെ സർക്കാരിന് നിയമിക്കാം. സാധ്യതാ പട്ടികയിലുള്ള 4 പേർ സംസ്ഥാന സർവീസിലും 2 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുമാണ്. ദർവേഷ് സാഹിബിന്റെ കാലാവധി ജൂൺ 30-നാണ് കഴിയുക. ഈ മാസം ഒടുവിൽ UPSC ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ചേർന്ന് ചുരുക്കപ്പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറും. ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റിയും പ്രവർത്തനവും സ്വഭാവശുദ്ധിയും പരിഗണിക്കപ്പെടും. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ മടങ്ങിയെത്താൻ തയ്യാറാണെന്ന് സുരേഷ് രാജ് പുരോഹിതും രവദ ചന്ദ്രശേഖറും രേഖാമൂലം അറിയിച്ചതിനാലാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സീനിയോറിറ്റി പാലിക്കപ്പെട്ടാൽ നിതിൻ അഗർവാളും രവദ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയുമാകും 3-അംഗ ചുരുക്കപ്പട്ടികയിൽ വരിക. ഇതിൽ സംസ്ഥാന സർക്കാർ യോഗേഷ് ഗുപ്തയെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിനിടെയാണ് യോഗേഷ് ഇപ്പോൾ സർക്കാരിന് അനഭിമതനായി മാറുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആരെ പോലീസ് മേധാവിയാക്കുന്നത് എന്നത് നിർണായകവുമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവാദം കണക്കിലെടുത്ത് UPSC യോഗേഷ് ഗുപ്തയെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തില്ല എന്നും സംസ്ഥാന സർക്കാരിലെ ചില കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ മനോജ് എബ്രഹാമാണ് ഈ ചുരുക്കപ്പട്ടികയിലേക്ക് വരിക. ഈ സാഹചര്യത്തിൽ മനോജ് എബ്രഹാം പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് മനോജ് എബ്രഹാം. ചുരുക്കപ്പട്ടികയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിനിർണായകവുമാണ്. യോഗേഷ് ഗുപ്ത തുടങ്ങിയവരുള്ള സീനിയോറിറ്റി പാലിക്കുന്ന പട്ടികയാണ് വരുന്നതെങ്കിൽ അതിൽ നിന്നും രവദ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാകാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ദിവ്യയെ പേടിച്ച് ഇപ്പോൾ കേരളം വിടാൻ ഒരുങ്ങുകയാണ് യോഗേഷ് ഗുപ്ത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളം വിട്ടാലും മോദി എത്തിയപ്പോൾ നല്ല പരിശീലനം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനെ വിട്ടുകൊടുത്തില്ല എന്ന കാര്യം തന്നെ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മനസ്സിലായിട്ടുമുണ്ട്.